ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം ഭരണത്ത് വെച്ച സമയത്താണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതിന്മേലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അവരിന്ന് നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. നമ്മൾ ഇപ്പോൾ അറിയുന്ന 2 കേസുകൾ, അറിയാത്ത എത്രയോ കേസുകൾ ഈ 4.5 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാകും. എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ അന്തസ്സോടുകൂടിയുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് പൃഥ്വിരാജിൽ നിന്നാണ്. അത് നടി ആക്രമിക്കപ്പെട്ട സമയത്തും അങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ശബ്ദമായി പൃഥ്വിരാജിന്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ പ്രതികരിക്കാത്തിടത്ത് അവിടെ ഒരു സൂപ്പർ താരമായി ഇന്ന് പൃഥ്വിരാജിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ എഎംഎംഎയ്ക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല, എനിക്ക് അനുഭവമില്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നില്ല. അതിൽ സംഘടനയിലെ പലരും എടുത്തതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്മേലൊരു അന്വേഷണം വേണമെന്ന് തുറന്ന മനസ്സോടുകൂടി പ്രതികരിക്കുന്നു. മാത്രമല്ല, തലപ്പത്തൊരു സ്ത്രീ വേണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ ആത്മാർത്ഥതയൊക്കെ സംശയത്തിൽ തന്നെയാണ്. ഇത് നിർബന്ധിതമായ സാഹചര്യം പുറമേ നിന്ന് ഉരുത്തിരിയുമ്പോൾ മാത്രമേ ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ.